കൃഷ്ണകുമാറിന്റെ കുടുംബത്തിലെ ആദ്യ വിവാഹം കഴിഞ്ഞ് ഇപ്പോൾ ഒരു കുഞ്ഞിന് വേണ്ടിയുള്ള കാത്തിരിപ്പിലാണെന്ന് പറയാം. ദിയയുടെ ഗർഭവാർത്ത പുറത്തു വന്നതിന് പിന്നാലെ തന്നെ പെൺകുട്ടിയാണോ ആൺകുട്ടിയാണോ എന്ന് പോലും ചോദിച്ചുകൊണ്ട് നിരവധി പേർ എത്തുന്നുണ്ട്. ദിയയുടെ ഛർദിലും മുഖഭാവവും ഒക്കെ കാണുമ്പോൾ ഒരു പെൺകുട്ടിയാണെന്നാണ് ഞങ്ങൾക്ക് തോന്നുന്നതെന്ന് ഭൂരിഭാഗം പ്രേക്ഷകരും പറയുന്നു. എന്നാൽ ചിലരൊക്കെ പറയുന്നുണ്ട് അല്ല ആൺകുട്ടിയാണെന്ന്. എന്നാൽ ദിയാകൃഷ്ണയ്ക്ക് ഇഷ്ടം പെൺകുട്ടിയാണെന്നാണ് പറയുന്നത്. ഇനി എന്തായാലും കുറച്ചു മാസങ്ങൾക്കുള്ളിൽ തന്നെ ദിയയുടെ പ്രസവം ഉണ്ടാകും. അപ്പോൾ തന്നെ കുഞ്ഞിനെ തിരിച്ചറിയാൻ സാധിക്കും. അപ്പോൾ എല്ലാവർക്കും സന്തോഷിക്കാം. ഇപ്പോൾ നിങ്ങൾ പെൺകുഞ്ഞിനെയാണോ ആൺകുഞ്ഞിനെയാണോ ഇഷ്ടമെന്ന് പറഞ്ഞോളൂ. എന്തായാലും ഞങ്ങൾക്ക് രണ്ടുപേരെയും ഇഷ്ടമാണ്. ഞങ്ങൾ രണ്ടുപേരെയും ആഗ്രഹിക്കുന്നുണ്ട്. നല്ലതായി ലഭിച്ചാൽ മതി, നല്ല ആരോഗ്യത്തോടെ ഇരുന്നാൽ മതി, അതുമാത്രമാണ് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നതെന്നാണ് ദിയാകൃഷ്ണ പറഞ്ഞത്. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിരവധി പേരാണ് ഈ ദിയാകൃഷ്ണയ്ക്കും കുടുംബത്തിനും ആശംസകൾ അറിയിക്കുന്നത്. ഇരുവരുടെയും സന്തോഷ വാർത്ത അറിഞ്ഞതിന് ശേഷമാണ് നിരവധി പേർ എത്തുന്നത്. അവരെല്ലാവരും ആശംസാ പ്രവാഹം തന്നെയാണ് നടത്തുന്നത്. കൂടുതൽ ഇഷ്ടം പെൺകുഞ്ഞിനാണെന്നേ ഉള്ളൂ. ആൺകുഞ്ഞിനെ തന്നാലും സന്തോഷം. ദൈവം തരുന്നത് എന്തും സ്വീകരിക്കും. രണ്ടാളാണെങ്കിലും ആരോഗ്യത്തോടെ ഞങ്ങൾക്ക് ലഭിച്ചാൽ മതിയെന്ന് മാത്രമാണ് പ്രാർത്ഥന എന്ന് പറയുന്നു. 3 മാസം കഴിഞ്ഞപ്പോൾ എല്ലാം ആസ്വദിച്ചു തുടങ്ങിയെന്ന് പറയുന്നുണ്ട്. 3 മാസം വരെ പ്രയാസമായിരുന്നു എന്നാണ് ദിയ പറയുന്നത്. ഛർദിലും ആശുപത്രിയുമായി ഓട്ടമായിരുന്നു. ഒരിടത്തും മനസമാധാനമായി പോകാൻ സാധിക്കില്ല. അപ്പോഴേക്കും ഛർദിലെത്തുമായിരുന്നു. അതുകൊണ്ട് തന്നെ 3 മാസം വരെ പ്രയാസമായിരുന്നു. 3 മാസം കഴിഞ്ഞ് ഓക്കെ ആയി തുടങ്ങി എന്നാണ് ദിയ പറയുന്നത്. പ്രഗ്നൻസിയിൽ ഹണിമൂൺ ഫേസ് എന്ന് എനിക്ക് തോന്നിയത് 4-ാം മാസം മുതലാണെന്നാണ് പറയുന്നത്. ഇപ്പോൾ ഞാൻ ബേബിയോട് സംസാരിക്കാറുണ്ട്, അശ്വിനോടും സംസാരിക്കാൻ പറയാറുണ്ട്. ഇപ്പോൾ നല്ല ഹാപ്പിയാണ്. ഞങ്ങൾ നല്ല രീതിയിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. 3-ാം മാസം കഴിഞ്ഞപ്പോഴാണ് ഛർദിലൊക്കെ കുറഞ്ഞത്. മോർണിംഗ് സിക്നസ് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഛർദി വരികയാണെങ്കിൽ എനിക്ക് മനസ്സിലാവും. ഡോക്ടർ ടാബ്ലറ്റ് ഒക്കെ തന്നിരുന്നു. വോമിറ്റിംഗ് വന്നാലും കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ട്. പ്രഗ്നൻ്റ് ആയതിനു ശേഷമുള്ള മെൻ്റൽ ഹെൽത്ത് ഭയങ്കര മോശമായിരുന്നു എന്നാണ് അശ്വിൻ പറഞ്ഞത്. 8ാമത്തെ ആഴ്ചയിൽ സ്കാനിങ്ങിൽ പോയപ്പോൾ ബേബിയുടെ ഹാർട്ട് ബീറ്റ് കേൾപ്പിച്ചിരുന്നു. ബേബിയെ കാണാനും പറ്റിയിരുന്നില്ല. അന്ന് ബേബിയുമായി കണക്ഷനൊന്നും ഫീൽ ചെയ്തിരുന്നില്ല. അന്ന് കഴിഞ്ഞുള്ള സ്കാനിങ്ങിൽ ബേബിയെ കാണിച്ചു തന്നിരുന്നു. ഹാർട്ട് ബീറ്റും കേട്ടിപ്പിച്ചു. കൈയും കാലും ഒക്കെ കാണിച്ച് മൂവ്മെൻറ്റും കണ്ടിരുന്നു. എന്നെപ്പോലെ തന്നെ ആക്റ്റീവ് ബേബിയാണെന്ന് ഡോക്ടർ പറഞ്ഞു. ഛർദിയൊക്കെ കുറഞ്ഞ് ഞാൻ നോർമലായി വന്നത് അപ്പോഴായിരുന്നു. ബേബിയെ കണ്ടപ്പോഴാണ് അശ്വിനും എക്സൈറ്റഡ് ആയത്. ചാമ്പങ്ങയായിരുന്നു കഴിക്കാൻ കൂടുതലും ആഗ്രഹിച്ചത്. അത്രയേറെ ഇഷ്ടമായിരുന്നു. അത് കിട്ടാതെ വന്നപ്പോൾ മറ്റുള്ള സാധനങ്ങളൊക്കെ കഴിക്കുകയായിരുന്നു എന്ന് ദിയ പറയുന്നു. ദിയയുടെ ഓരോ വിശേഷങ്ങളും സോഷ്യൽ മീഡിയയിൽ വൈറലാകാറുണ്ട്. ദിയ ഒരു നല്ല അമ്മയാണെന്നും നല്ലൊരു അമ്മയാണെന്ന് ഞങ്ങളിങ്ങനെ കാണാൻ പോവുകയാണെന്നും ഒക്കെ പ്രേക്ഷകർ പറഞ്ഞിട്ടുണ്ട്. ദിയയ്ക്ക് ചുറ്റും ആളുകൾ ഉള്ളത് കൊണ്ട് തന്നെ ഒരിക്കലും മുഷിപ്പടിക്കില്ല, ഒരിക്കലും വേദനിക്കേണ്ടി വരില്ല. ഇത്രയും അധികം ആൾക്കാർ തന്നെ ദിയയോടൊപ്പം ഉണ്ടല്ലോ, അതിൽ സന്തോഷിക്കുക തന്നെയാണ് വേണ്ടതെന്ന് നിരവധി പേർ പറഞ്ഞെത്തുകയാണ്. ദിയയും അത് സമ്മതിക്കുന്നുണ്ട്. ദിയയും അത് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. ദിയയ്ക്കും അത് ഇഷ്ടമാണ് എന്ന് കൂട്ടിച്ചേർക്കുകയും ചെയ്യുന്നു. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.